ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കുഞ്ചൂസ്. ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഇന്ന് ഫുൾ അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സ് ആയിരുന്നു. രാവിലെ ആസ് യൂഷ്വൽ ഞാൻ ഹബ്ബിൽ പോയി പാഴ്സലൊക്കെ എടുത്തു. എല്ലാം നോർമൽ ഡേ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂട്ട് തീർക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. സ്റ്റാർട്ടിങ് ഡെലിവറീസൊക്കെ സ്മൂത്തായി തന്നെ പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാറ്, നല്ല മഴയും പെയ്തു. റോഡ് മുഴുവൻ വെള്ളം. വണ്ടി ഓടിക്കണം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഡ്രസ്സൊക്കെ നനഞ്ഞു. പാഴ്സൽ ബാഗ് നനയാതിരിക്കാനായി കവർ ചെയ്ത് പിടിച്ചുകൊണ്ടാണ് റൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഫോൺ നനയുമോ സ്ലിപ്പാവുമോ എന്ന ടെൻഷൻ വേറെ. എന്നാലും കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓരോ ഡെലിവറിയും കംപ്ലീറ്റ് ചെയ്തു പോയി. അതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ കല്യാണ തിരക്കായിരുന്നു. വീട്ടിൽ ലൈറ്റ്സ്, ഫ്ലവേഴ്സ്, മ്യൂസിക്, അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഓടി നടക്കുന്നു. അതിനിടയിൽ ഒരു ആൻറ്റി എന്നോട് ചോദിച്ചു, മോളെ, മഴയത്ത് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, ഫുഡ് കഴിച്ചിട്ട് പോ. ആ മൊമെൻ്റ് എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ ടച്ച് ഫീലായിട്ടോ. കാരണം മുഴുവൻ ദിവസം മഴയിൽ നനഞ്ഞ് ടയേർഡായി നടന്ന എനിക്ക് അവർ സ്വന്തം വീട്ടിലെ കുട്ടിയെ പോലെ കെയർ ചെയ്തത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റിയില്ല. ചില സമയത്ത് സ്ട്രേഞ്ചേഴ്സിൽ നിന്നുള്ള ചെറിയ കൈൻഡ്നസ് പോലും നമ്മളെ ഇമോഷണൽ ടച്ച് ചെയ്യുമല്ലേ. പക്ഷേ ഇന്നത്തെ ദിവസം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഡെലിവറി ചെയ്യുന്നതിടയിൽ ഒരു പട്ടിസാർ വന്നതിനൊന്ന് കടിച്ചു. ആ സമയത്ത് കുറച്ച് പാനിക്കായെങ്കിലും അവിടെയുള്ള നല്ലവരായ നാട്ടുകാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ സൺഡേ ആയതുകൊണ്ട് അവിടെ അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. ലീവായിരുന്നു, വർക്കിംഗ് അല്ലായിരുന്നു. എന്നിട്ട് നേരെ പാലക്കാട് ഹോസ്പിറ്റലിലേക്കാണ് പോയത് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ എനിക്ക് ആകെ ഒരു വിഷമെന്ന് പറഞ്ഞാൽ അന്നത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ബാക്കി ഡെലിവറീസൊക്കെ ആര് കൊടുക്കും, അതായിരുന്നു എൻ്റെ ടെൻഷൻ. പക്ഷേ ഹബ്ബിൽ നിന്നൊരു പയ്യൻ വന്ന് ബാക്കി റൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ആ സമയത്ത് എനിക്ക് റിലീഫായി. കാരണം ഡെലിവറി ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ നല്ല ആളുകളും ഉണ്ടെന്ന് വീണ്ടും മനസ്സിലായി. ഇപ്പോൾ വീട്ടിലെത്തി റെസ്റ്റ് ചെയ്യുന്നു. ബോഡി ഫുൾ ടയേർഡാണ്. കൈക്കും പെയിനുണ്ട്, പക്ഷേ ഓക്കെ ആവും. അങ്ങനെ അറ്റ് എ ടൈം ഹാപ്പിനെസ്സും കൈൻഡ്നെസ്സും ഫിയറും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. ഓക്കെ, ബൈ.